കല്ലും മുള്ളും കാലുക്ക് മെത്തേന്നാണ് നമ്മൾ കേട്ടത്. ഞാനൊക്കെ അത് കാണാതെ അറിയാം. ആ പാട്ട് എല്ലാ ദിവസവും ആ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. കല്ലും മുള്ളും കാലുക്ക് മെത്തെ. പിണറായി വിജയൻ്റെ ചൊല്ലാണ് കല്ലും മുള്ളും കാലുമക്കുത്തെ. ഇയാൾക്കത് അറിയില്ല. മിനിമം കല്ലും മുള്ളും ഒക്കെ കാല് മെത്ത പോലെ സ്വീകരിക്കുമെന്ന് വിശ്വാസി പാടുന്ന പാട്ടാണത്. പിണറായി വിജയൻ ഇത് എഴുതി കൊണ്ടുവന്നപ്പോൾ കല്ലും മുള്ളും കാലുമക്കുത്തെ എന്നാണ്. അപ്പോൾ വി ഡി സതീശൻ അത് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഞാൻ പറയേണ്ടത് അതുപോലും അറിയില്ല. എന്താണ് ആ പാട്ടിൻ്റെ അർത്ഥമെന്ന് അറിയുമെങ്കിൽ 1,00,000 രൂപയുടെ കിടക്കയിൽ ഒരു ദിവസത്തേക്ക് മാത്രം സഖാവ് പിണറായി വിജയ നിങ്ങൾ കിടക്കില്ല. വിശ്വാസികൾക്ക് അതൊരു വിഷയമല്ല. പ്രശാന്ത്, നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഇന്ന് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പ്രശാന്ത് ഒരു കണക്ക് പറഞ്ഞു. ആ കണക്ക് എന്താണെന്ന് നിങ്ങൾ 50 ലക്ഷം രൂപ ഗിഫ്റ്റിന് വേണ്ടി കൊടുത്തു. എന്ത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ 500 പേർ പങ്കെടുത്തിട്ടില്ല. 500 പേർ പങ്കെടുത്തിട്ടില്ല. ആ പരിപാടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ കേരളത്തിന്റെ ഗവൺമെന്റ് ചെലവഴിച്ചത് 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയിൽ പോയിട്ട് അവിടുന്ന് ഗിഫ്റ്റ് വാങ്ങി ഇങ്ങോട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയി വന്നാൽ, ഈ കണിയാമ്പറ്റായിരുന്നപ്പോഴും ഇനിയിപ്പോൾ കോഴിക്കോട് താമസിക്കുമ്പോഴൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോയി വന്നാൽ അവർ അവിടെ നിന്ന് വാങ്ങി നമുക്ക് വാങ്ങുന്ന പഞ്ചാമൃതം അവർ കൊണ്ടുവന്ന് തരും. അവിടെ ശബരിമലയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് കൊണ്ടുവന്ന് തരും. കുറച്ച് പൊരി ഉണ്ടാവും, അരവണ കൊണ്ടുവന്ന് തരും. നമുക്ക് കൊണ്ടുവന്നൊരു ചെറിയ ടിന്നിൽ ചെറിയ ബോട്ടിലായിട്ട് അവർ കൊണ്ടുവന്ന് തരും. അവരെന്താ അവിടെ പൈസ കൊടുത്ത് വാങ്ങണതാണ്, അവിടുന്ന് സൗജന്യം കൊടുക്കണതല്ല. എന്നിട്ടാണ് ഈ വിശ്വാസികളുടെ പേര് പറഞ്ഞിട്ട് 50 ലക്ഷം രൂപ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് എന്ന്. ഇനി അവിടെ തീരല്ല, ഭക്ഷണത്തിന് 21 ലക്ഷം രൂപ. ഞാൻ ഈ സാമാന്യ യുക്തികളുടെ സഖാക്കളോട് ചോദിക്കട്ടെ, ഈ അയ്യപ്പ ഭക്തന്മാർ എന്താ കഴിക്കുക? ഒരാൾ മാലയിട്ടാൽ അയാൾക്ക് പഞ്ചശുദ്ധി വരുത്തണം. ഭക്ഷണശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, 5 ശുദ്ധി വരുത്തണം. മനസ്സിലായങ്ങള്? ഭക്ഷണം കഴിക്കുക, ചെറിയ ഭക്ഷണം കുറച്ച് മാത്രം. ജീവിത രീതികൾ വളരെ ഭദ്രായിരിക്കും, ജീവിത ശൈലി ഭദ്രായിരിക്കും. വ്രതത്തിലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ 2 ദിവസത്തെ പരിപാടിക്ക് നിങ്ങൾ 21 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് എഴുതിയെടുത്തത്. കൾച്ചറൽ ഇവന്റ് 31 ലക്ഷം രൂപ. ഇത് ലീഗുകാരനും കോൺഗ്രസ്സുകാരനും പറഞ്ഞ കണക്കല്ല, എന്റെ പ്രശാന്ത് പറഞ്ഞ കണക്കാണ്. മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. 31 ലക്ഷം രൂപയുടെ കൾച്ചറൽ ഇവന്റ്. സഖാക്കളെ, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ മാലയിട്ടാൽ അവൻ എന്താ കേൾക്കുക? അവൻ ഭജന കേൾക്കും, ഇല്ലേ? അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നിരന്തരം ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് അവന്റെ വിശ്വാസം അനുസരിച്ച്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നിങ്ങൾ കണ്ടില്ലേ ഈ ആളുകൾ ഇങ്ങനെ ഇരുമുടി കെട്ടുമായിട്ട് പോകുമ്പോൾ അവരാണോ ഈ വലിയ കലാപരിപാടികളും കണ്ടിരിക്കുന്നത്? അവിടെ വന്നിട്ട് 31 ലക്ഷം രൂപയുടെ ഏത് കലാപരിപാടിയാണ് പ്രശാന്തേ? ഏത് കലാപരിപാടിയാണ് പിണറായി വിജയ നിങ്ങൾ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെലവാക്കിയത് അല്ലെങ്കിൽ നടത്തിയത്? നിങ്ങൾ പറയണം. അയ്യപ്പ സംഗമം നടന്നത് പമ്പയിലാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ VIP-കൾ വന്നത് മൂന്നാറിലും അതുപോലെ തന്നെ കുമരകത്തുമാണ്. അതും 5 സ്റ്റാർ ഹോട്ടലിൽ. ലക്ഷങ്ങളാ ചെലവഴിച്ചത് താമസിക്കാൻ. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് എങ്ങനെയാണ് കുമരകത്തും മൂന്നാറിലും പോയി അയ്യപ്പ ഭക്തന്മാർ കിടക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഇത്ര കോടികൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വക കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് 2 കോടി. ആരായി ധനലക്ഷ്മി ബാങ്ക്? ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ സകലമാന പണവിനിയോഗവും നടക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് വഴിയാണ്. എന്ന് വെച്ചാൽ ആ ബാങ്ക് ശബരിമലയുടെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ ഗുണഭോക്താവാണ്. എന്ന് വെച്ചാൽ ആ പൈസയും വാങ്ങിയത് ശബരിമലയിൽ നിന്ന്. രണ്ടാമത് കേരള ബാങ്ക്. ഈ പണം നിങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തട്ടിപ്പുകൾക്ക് സാധ്യമാകുന്ന കേരള ബാങ്ക്. മൂന്നാമത്തെ പണം പറഞ്ഞതോ 1 കോടി കൂടെ കിട്ടാനുണ്ട്. അത് അദാനി. ഏതായി അദാനി? ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും പറ്റിക്കാൻ, വിശ്വാസിയെ പറ്റിക്കാൻ നരേന്ദ്രമോദിയുടെ ആത്മസുഹൃത്തായിട്ടുള്ള അദാനി പിണറായിയുടെ സുഹൃത്താണ്. അപ്പൊ ഒരു പരസ്യം പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല, ഒരു സ്പോൺസർഷിപ്പ് പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല. ബാക്കിയുള്ള പണം കൊടുക്കേണ്ടത് ആര്? അതും ദേവസ്വം ബോർഡ്. പിന്നെ സർക്കാരിന് എന്താണോ പരിപാടി? നിങ്ങളെ മുഖ്യമന്ത്രി വന്നിട്ടല്ലേ ഉദ്ഘാടനം ചെയ്തത്? ഈ രാജ്യത്തിലെ ഈ അയ്യപ്പ ഭക്തന്മാർ കൊടുക്കുന്ന പണമെടുത്ത് 10 കോടി നിങ്ങൾ ചെലവഴിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ അന്ന് കൽപ്പറ്റന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു, എന്തൊരു കക്കലാണോടോ ഇത്? കക്കുന്നതിനൊരു ഒതിയാർക്കം വേണ്ടേ?
എന്ത് ജാതി കളവാണ്! എന്ത് കണ്ടാലും ഇപ്പൊ നിങ്ങളറിയോ, ഒരു ദിവസം കിടക്കാൻ 1,00,000 രൂപയുടെ കട്ടിൽ എന്ന് പറഞ്ഞില്ലേ, ആ കട്ടിലെവിടെ? അതെങ്കിലും ബാക്കി ഉണ്ടാവണ്ടേ? അതെവിടെയെന്ന് ഇപ്പൊ അറിയില്ല, പോയി നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഇനി മിക്കവാറും നാളെ ബാലന്റെ പത്രസമ്മേളനം ഉണ്ടാവും. ബാലൻ പറയും അത് മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ്. കാരണം എന്താണ്? മഹാരാജാവ് പള്ളിയുറക്കം ചെയ്ത കട്ടിലാണ്. ഇതുപോലെ പള്ളിയുറക്കം നടത്തിയ കട്ടില്, പള്ളിയുറക്കം നടത്തിയ ബെഡ്, പുള്ളി കയറിയ ബസ്, അങ്ങനെയാണല്ലോ മറ്റേ ജാഥക്ക് പോയിരുന്ന ബസ് ബാലൻ പറഞ്ഞത് അത് മ്യൂസിയത്തിൽ വെക്കുന്ന പറഞ്ഞത്. ആ ബസ് മ്യൂസിയത്തിലുണ്ടോ കട്ടപ്പുറത്താണോ എന്ന് ചോദിച്ചതിന് ഉത്തരമില്ല. അതുപോലെ ഒരു ദിവസം പിണറായി വിജയൻ കിടന്നുറങ്ങിയ കട്ടില് ഇപ്പോൾ അവിടെ കാണാനില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കണത്, എന്തൊരു ബാധ്യതയാണിടോ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി മനുഷ്യർക്ക്. 10 കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കണം, കിടക്കാൻ ഒരു ദിവസം കിടക്കാൻ 1,00,000 കട്ടില്, തിന്നാൻ നെയ്മീനല്ലാത്തൊരു സാധനം പറ്റൂല, ബോറടിക്കും ഇടക്കിടക്ക് ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് വിദേശത്തേക്ക് ചെലവ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഖജനാവാണ്, നാട്ടുകാരുടെ പൈസയാണ്. ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്രമേൽ വലിയ ബാധ്യതയാവുക? സഖാക്കൾ പറയുമ്പോൾ വലിയ ഭർത്താനാണ്. മാർക്സ്, എംഗൽസ്, നിരീശ്വരവാദം, അവർ വായിച്ച പുസ്തകത്തൊക്കെ പറഞ്ഞാൽ കടിച്ചാപ്പെട്ട പിണറായി വിജയൻ ആകെ വായിച്ച പുസ്തകം കാൾ മാർക്സിന്റെ എന്താണ്, മൂലധനാണ്. അതിൽ മൂലം മൂപ്പര് വിട്ടു കളഞ്ഞു, ധന മൂപ്പര് വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ധന എവിടെ കണ്ടാലും അടിച്ചു മാറ്റും, സ്വർണ്ണായി കണ്ടാലും അടിച്ചു മാറ്റും, പൈസയായിട്ട് കണ്ടാലും അടിച്ചു മാറ്റും, ധനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ആകെ വായിച്ചതിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് ഈ മൂലധനം മാത്രമാണ്. അതിൽ മൂലം വിട്ടു, ധനം മാത്രം. ഇങ്ങനെ ഒരു കാട്ടുകള്ളനെ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നിങ്ങളറിയോ, ഈ നന്ന ഗോവിന്ദം ഭജൻസിനെയാണ് ഇവർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. വലിയ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇത് കേൾക്കാം. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭജനുകളിൽ ഒന്നാണ്. അവർ നല്ല മനോഹരമായ ഭജൻ. ആ ഭജനിലൊരു പാട്ടുണ്ട്, പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ്. ഇപ്പൊ സഖാക്കൾ പാടുന്നത് പറയരുതേ കേരളം അറിയരുതേ ഇത് പിണറായി വിജയൻ രഹസ്യം എന്നാണ്. പക്ഷെ നിങ്ങൾ കേട്ടോ, അയ്യപ്പൻ്റെ കൃപ കൊണ്ട് പിണറായി വിജയൻ്റെ സകലമാന കള്ളത്തരങ്ങളും ദിവസമായിട്ട് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് പറയണത്, ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ പറയാണ്, രാഷ്ട്രീയങ്ങൾ കഴിയും, ഉറപ്പാണ് പിണറായി വിജയൻ ഇറങ്ങും. നാളെ വേറൊരു ഗവൺമെൻറ് വരിക, പിന്നെ അതിൻ്റെ ഒരു ആവേശത്തിലാവുക, ഈ കട്ടതൊക്കെ മറക്കുക. ഉണ്ടാവില്ലെന്ന ഉറപ്പാണ് വി ഡി സതീശൻ മലയാളിക്ക് നൽകിയത്. കട്ടവനെ കൊണ്ട് കക്കിച്ചിട്ടേ അടങ്ങൂ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രയോഗിക്കുക. ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കില്ല, നടക്കാൻ പാടില്ല. ചെറിയ പണമല്ല, ഭദ്രമായി മക്കൾക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും 10 തലമുറ പാർക്കാനുള്ള പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഊരാലിങ്കൽ ഞാൻ പറഞ്ഞു, കൽപ്പറ്റയിൽ മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ.